ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ആരെന്തു പറഞ്ഞാലും ഞാൻ എൻ്റെ മുഖം കാണിക്കും കേട്ടോ. ഞാൻ കാണിച്ചാലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഇന്നലെ തൊഴാൻ പോയ അമ്പലത്തിലെ ഘോഷയാത്രയാണ്. ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ് കേട്ടോ. അവിടെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവളെ നിർത്തി എല്ലാം കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവളെങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് ഭയങ്കര, അതായത് എനിക്ക് ഭയങ്കര പ്രതീതിയാണ്. എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഓരോ എന്താ പറയുക, പോയിൻ്റ് ഓഫ് വ്യൂ അല്ലേ. അവൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭയങ്കര കാര്യങ്ങളാണ്. അത് അവളുടെ ഓരോ എക്സ്പ്രഷനിലും അല്ലെങ്കിൽ അവളുടെ ഓരോ സംസാരത്തിലും ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതെങ്കിലും പക്ഷേ അത് അവൾക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അത് നിൽക്കുന്ന ഈ ഒരു തെയ്യത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന പുള്ളിക്കാരനുമായിട്ടുള്ള ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ തെയ്യത്തിൻ്റെ മുകളിൽ എത്തിയവളും ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുപ്പിച്ചു അവളെ. മേളം അടിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് വിവേകിൻ്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ആ ഒരു ലേബലെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ചോദിച്ചപ്പോൾ. കാരണം കണ്ട് പരിചയത്തിൻ്റെ മുകളിലായിരിക്കാം അങ്ങനെ ചോദിച്ചത്. അപ്പോൾ എനിക്ക് പക്ഷേ പുള്ളിക്കാരൻ്റെ പേര് ചോദിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ചോദിച്ചു, കണ്ട് പരിചയം കൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. ഈ ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ട പുള്ളി വാവുട്ടിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. കുറേ നേരം അവളെ കൂടെ കളിപ്പിച്ചു. ആ പുള്ളിയാണ് അവളെ നിർത്തി ഫോട്ടോ എടുത്തത്. ജ്യൂസൊക്കെ കൊടുത്തത് ആ പുള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ നിന്ന് അവൾ നോർമലി ഒരു 8:30 9 അകത്തൊക്കെ അവൾ ഉറങ്ങുന്നതാണ്. പക്ഷേ അവൾ ഇന്നലെ ഈ ഒരു ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ഉറക്കം കഴിഞ്ഞിരുന്നു. 10:10 ആയി നമ്മുടെ ആ ഒരു സമയത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ അതെല്ലാം ഇരുന്ന് കണ്ട് ലാസ്റ്റ് ബലൂണും മേടിച്ചു. ഒരു ബലൂൺ മേടിച്ചു, കയ്യിൽ നിന്ന് പറന്നുപോയി ഹൈഡ്രജൻ ബലൂണ്. പിന്നെ രണ്ടാമത് വേറെ ബലൂൺ മേടിച്ച് രണ്ടിനും പേ ചെയ്തു. എന്നാലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിൽ കൂടുതൽ വേറെ കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അത് അവളുടെ മുഖത്ത് ആ ഒരു ചിരി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സമാധാനമാണ് എനിക്ക്. അവൾ ആ ഒരു ചിരി എന്ന് പറയുന്നതാണ് നമ്മളെ ജീവിക്കാൻ മുമ്പോട്ട് നയിക്കുന്നത്. എന്ത് പ്രശ്നം വന്നിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും പക്ഷെ അവളുടെ ആ ഒരു ചിരി മാത്രമാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ആനയില്ലാത്ത എന്ത് എഴുന്നള്ളിപ്പാണല്ലേ. ഈ ഒരു ആനയെ ആ എഴുന്നള്ളത്തിൽ അല്ലെങ്കിൽ ഘോഷയാത്രയുടെ കൂടെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.